അപ്പം ഓവറോൾ നമ്മളിപ്പോൾ ഗൂഗിളിലാണെങ്കിലും സെക്കൻഡ് ട്രൈമസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രേവിങ്സ്. പക്ഷെ ക്രേവിങ്സ് എന്ന് പറയുന്നത് ഫസ്റ്റും രണ്ടാമത്തെ മാസം ഒരാളെൻ്റെ ഫ്രണ്ട് ഇരുന്ന് ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് പെട്ടെന്ന് ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും അജീഷേട്ടനും കൂടെ സുഖം സുന്ദരമായിട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, എല്ലാവരും നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു, 1, 2, 3 months പ്രഗ്നൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 4 മുതൽ 6 മാസം വരെ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, സെക്കൻഡ് ട്രൈമസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതാണ് കേട്ടോ. അപ്പം ഓവറോൾ നമ്മളിപ്പോൾ ഗൂഗിളിലാണെങ്കിലും സെക്കൻഡ് ട്രൈമസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഒരു കാര്യമാണ് എന്താണ്, ഒരു ഹണിമൂൺ പീരീഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഒരു ഹണിമൂൺ പീരീഡ് ആണ് 4, 5, 6 months എന്ന് പറയുന്നത്. അത് തന്നെയായിരുന്നു എൻ്റെയും കാര്യത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് 4 മുതൽ 6 മാസം വരെ നല്ല പീരീഡ് ആയിരുന്നു. എൻ്റെ ഒമിറ്റിങ് 3 മാസം 4 ദിവസം നിന്നു. 3 മാസം 4 ദിവസം കൊണ്ട് എൻ്റെ ഒമിറ്റിങ് കംപ്ലീറ്റ്ലി തീർന്നു. അപ്പം എനിക്ക് ഒമിറ്റിങ് പിന്നെ എനിക്ക് ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഉണ്ടായിട്ടേയില്ല. അതായിരുന്നു ആദ്യത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നത് എനിക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ കട്ടൻ ചായ തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പാലിനോട് ഒരു വിരോധമായിരുന്നു. അതേപോലെ തന്നെ പല ഫുഡ് ഐറ്റംസിനോടും എനിക്ക് ഭയങ്കര വിരോധമായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ കയറിയപ്പോൾ മുതൽ എല്ലാത്തിനൊരു മാറ്റം ഉണ്ടായി. എല്ലാ ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റി, ചായ കുടിക്കാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ ആപ്പിൾ ഇഷ്ടമല്ലായിരുന്നു, അതെല്ലാം കഴിക്കാൻ തുടങ്ങാൻ പറ്റി. ക്രേവിങ്സ് ഉണ്ടായി. ക്രേവിങ്സ്. പക്ഷെ ക്രേവിങ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്കാണെങ്കിൽ ഒരു ദിവസം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജോലി സ്ഥലത്ത് ഒരാൾ വന്നിട്ട് ബർഗർ വന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ട്രൈമസ്റ്റർ എനിക്ക് തോന്നുന്നു ഒരു 2ാമത്തെ മാസമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ 2ാമത്തെ മാസം ഒരാളെൻ്റെ ഫ്രണ്ട് ഇരുന്ന് ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് പെട്ടെന്ന് ബർഗർ കഴിക്കണം എന്നൊരു കൊതി വന്നു. അപ്പം എനിക്ക് ബർഗർ കഴിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ബർഗർ അജീഷേട്ടൻ ഉണ്ടാക്കി തന്നു. പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കൊള്ളൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അജീഷേട്ടൻ വീട്ടിലുണ്ടാക്കി തന്നു ബർഗർ. അങ്ങനെ അപ്പം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് പിന്നെയും അത് ഇതെന്നൊക്കെ പറഞ്ഞ് കഴിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയണത്, വയ്യായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒമിറ്റിങ് ഇതായിരുന്നു. പക്ഷെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എനിക്ക് അങ്ങനെ ഫുഡെല്ലാം എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ എന്താ പറയുക, ഹണിമൂൺ പീരീഡ് ആയിരുന്നു. എനിക്ക് ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ 5ാമത്തെ മാസം കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ മുതൽ വയറ് കുറച്ച് വലുതാവാൻ വേണ്ടി തുടങ്ങി. 5 മാസം വരെ അങ്ങനെ വലിയ വയറൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ 5 മാസം കയറിയപ്പോൾ മുതൽ എനിക്ക് ചെറിയ വയറ് വെക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ തരത്തിലായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കിടക്കുമ്പോൾ അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുമ്പോഴും ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുമ്പോഴും ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 4ാമത്തെ മാസമായിരുന്നു. 4ാമത്തെ മാസമല്ലേ ജിഷ്? 4ാമത്തെ മാസമൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ ഡൗൺ സിൻഡ്രത്തിന്റെ സ്കാനിങ് വന്നത് കേട്ടോ. ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞ നാട്ടിലും ഉണ്ടാവും അല്ലെ? നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. അതൊരു ക്രോമസോമൽ അബ്നോർമാലിറ്റി എന്ന് പറയും. അതായത് കുട്ടികളുടെ ഈ എന്താ പറയാ മെന്റൽ വളർച്ച ഇത് കുറവായിരിക്കും ഏജിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പം അങ്ങനെ മെന്റൽ വളർച്ച കുറയും, അവരുടെ തല വലുതായിട്ടിരിക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ സിംറ്റംസ് ഉള്ളൊരു കണ്ടീഷനാണ്. അപ്പം അത് ജനറ്റിക് കണ്ടീഷൻ ആയതുകൊണ്ട് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഏകദേശം അറിയാൻ പറ്റും ഡെവലപ്പ് ആവണ സ്റ്റേജിൽ. അപ്പോൾ അത് അവർ ചെക്ക് ചെയ്യണതാണ് ഡൗൺ സിൻഡ്രോമിനുള്ള. അത് എല്ലായിടത്തും തന്നെ നാട്ടിൽ എനിക്കറിയില്ല, ഗൾഫിലൊക്കെ ഉണ്ട്. ന്യൂച്വൽ NT സ്കാൻ എന്നും പറഞ്ഞുകൊണ്ട്, ന്യൂച്വൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്നും പറഞ്ഞുകൊണ്ട്, NT സ്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗൾഫിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് വിത്ത് പെർമിഷൻ അവർ ചെയ്യും.
ഇവിടെ എന്ന് പറഞ്ഞാൽ സ്കാൻ അവർ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ സ്കാൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അവരാണെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യും കേട്ടോ. രണ്ടും കൂടെ കൂടിയിട്ട് അവരെന്താ ഏതോ ലാബിലേക്ക് അയക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓക്ലൻഡിലാണ് വലിയ ലാബ്, അങ്ങോട്ടേക്ക് അയക്കും. എന്നിട്ട് അവരെ ചെക്ക് ചെയ്തിട്ട് അവർ പറയും എന്തെങ്കിലും ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് സാധ്യതയുണ്ടോന്നുള്ള കാര്യം അവർ കൺഫേം ചെയ്തിട്ട് പറയും. അപ്പൊ നമ്മളുടെ ചെക്ക് ചെയ്തു, നമുക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് ദൈവം സഹായിച്ച് പറഞ്ഞു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ മാസം ഇവിടെ ഒരു സ്കാൻ ഉണ്ട്, അതാണ് അവസാനത്തെ സ്കാന്. ഇവിടെ ആക്ച്വലി 3 സ്കാൻ ഉണ്ട്. ആദ്യത്തെ സ്കാൻ എല്ലാവർക്കും അറിയാം. പിന്നെ 2ാമത്തെ സ്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ചെയ്യണ്ട, അങ്ങനെയാണ്. പിന്നെ 3ാമത്തെ സ്കാനാണ് ഇവിടുത്തെ അവസാനത്തെ സ്കാന്. അത് അപ്പൊ ഈ 3ാമത്തെ സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ ജെൻഡർ ആണാണോ പെണ്ണാണോ, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കൊച്ചിന്റെ വളർച്ച എങ്ങനെയുണ്ട്, അപ്പം കൊച്ചിന്റെ സൈസ് എങ്ങനെയുണ്ട്, സൈസ് കറക്റ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 5ാമത്തെ മാസത്തില് അനോമലി സ്കാൻ ചെയ്യുന്നത് കൊച്ചിന്റെ ഓരോ പാർട്സ് ഇതെല്ലാം അളക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ആ സ്കാൻ എന്ന് പറയുന്നത്. 1/2 മണിക്കൂർ അതിൽ കൂടുതലുണ്ടായിരുന്നു. ഒരു 35-40 മിനിറ്റ് ഉണ്ടായിരുന്നു. അവർ ചെക്ക് ചെയ്തു കൊച്ചിന്റെ എല്ലാ ഹെഡിന്റെ പാർട്ട് എങ്ങനെയുണ്ട്, കിഡ്നി, ഓരോന്നും അവരിങ്ങനെ ചെക്ക് ചെയ്തു. ലെഗ് എങ്ങനെയുണ്ട്, എല്ലാ വിരലുകളും ഉണ്ടോ, അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് ആ സമയത്ത് നമുക്ക് ജെൻഡർ അറിയണമെങ്കിൽ അവർ പറയും ആണാണോ പെണ്ണാണോ എന്ന് അറിയണോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ട് നമുക്ക് അറിയണമെങ്കിൽ അവർ പറയും ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ 5th മന്തിന്റെ സ്കാൻ. അത് കഴിഞ്ഞിട്ട് സ്കാനിങ് നോർമലി ഇല്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മിഡ് വൈഫ് ആണല്ലോ എല്ലാം ചെക്ക് ചെയ്യുന്നത്, ഡോക്ടേഴ്സ് അല്ലല്ലോ. അപ്പൊ ഈ മിഡ് വൈഫ് എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ ചെക്ക് ഓരോ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യും, ഹാർട്ട് ബീറ്റ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യും. നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടിയിട്ടില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ അവർ വീണ്ടും സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പറയും. അതല്ല നമുക്ക് നോർമലാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഈ 5ാമത്തെ മാസത്തെ സ്കാൻ, 3ാമത്തെ സ്കാൻ, അതാണ് ഏറ്റവും എൻഡ് ഓഫ് ദ സ്കാൻ എന്ന് അവർ പറഞ്ഞു വിടുന്നത് കേട്ടോ. അതാണ് നമ്മുടെ 6 മാസം വരെയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ അല്ല ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മിഡ് വൈഫ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ മിഡ് വൈഫിന് എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രമാണ് നമ്മളെ ഡോക്ടറിലേക്ക് നമ്മൾ റെഫർ ചെയ്യത്തുള്ളൂ. നോർമലി എല്ലാം മിഡ് വൈഫ് തന്നെയാണ് ചെക്ക് ചെയ്ത് വിടുന്നത് കേട്ടോ. അപ്പം ഈ മിഡ് വൈഫിനെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ 7 മാസം വരെയും നമുക്ക് എല്ലാ മാസവും ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് ഉണ്ടാവും. എല്ലാ മാസവും നമ്മൾ അവരുടെ അടുത്ത് ചെല്ലും, അവര് കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യും, നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യും, നമ്മുടെ BP ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് തരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മിഡ് വൈഫ് ചെയ്തു തരും കേട്ടോ. ഇവിടുത്തെ മിഡ് വൈഫ്സ് എല്ലാം തന്നെ നല്ലതാണ്. നമുക്ക് പേഴ്സണലി ഞങ്ങൾക്ക് കിട്ടിയ മിഡ് വൈഫ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മിഡ് വൈഫാണ്, ഭയങ്കര കെയറിങ് ആണ്. എന്ത് സംശയം വേണമെങ്കിലും നമുക്ക് ചെയ്തു തരും. അങ്ങനെ നല്ലൊരു ഇതാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 മാസം വരെയാണ് കേട്ടോ നമ്മൾ ഫോളിക് ആസിഡ് കഴിച്ചത്. 3ാമത്തെ മാസം നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, 3 മാസം വരെ നമ്മൾ ഫോളിക് ആസിഡും കഴിച്ചു, അയഡിനും കഴിച്ചു. അതിൻ്റെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 3ാമത്തെ മാസം തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോളിക് ആസിഡ് നിർത്തിക്കോളാൻ പറഞ്ഞു, അയഡിൻ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 4, 5, 6 മാസത്തിൽ നമ്മൾ വെറും അയഡിൻ മാത്രമേ കഴിച്ചുള്ളൂ. പക്ഷെ പല സ്ഥലങ്ങളിലും ഡോക്ടേഴ്സൊക്കെ ഇഷ്ടംപോലെ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ എഴുതി തരും അല്ലേ, വൈറ്റമിനും അങ്ങനെ കുറേ തരും. ഇവരും ആക്ച്വലി പറയണത് ഫോളിക് ആസിഡ് 3 മന്ത്സ് കഴിഞ്ഞ് കഴിക്കണേന് കുഴപ്പമില്ല, പക്ഷെ കഴിച്ചിട്ട് വേറെ പ്രയോജനമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ മൾട്ടി വിറ്റമിൻ ഇവിടെ അവർ പ്രിസ്ക്രൈബ് ചെയ്യില്ല എന്തെങ്കിലും ഡെഫിഷ്യൻസി ഇല്ലാണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരും പറയണം മൾട്ടി വിറ്റമിൻ്റെ അകത്ത് വൈറ്റമിൻ എ ഉള്ളത് കൊച്ചിന്റെ ഗ്രോത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പൊ അത് വെറുതെ കഴിക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 3 മാസം വരെ ഫോളിക് ആസിഡും അയഡിനും കഴിച്ചു. പിന്നെ 4, 5, 6 മാസങ്ങളിൽ നമ്മൾ അയഡിനും കഴിക്കുകയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പം അത്രയൊക്കെ തന്നെയാണുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ 4, 5, 6 മന്ത്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ക്ഷീണവും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു സമയമായിരുന്നു 4, 5, 6 മന്ത്സ്. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പം നമ്മളുടെ ഇനി അടുത്ത ട്രൈമസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ
അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട്, ആരെങ്കിലുമൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേടിക്കേ വേണ്ട, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. 4, 5, 6 മാസങ്ങളിൽ നമ്മൾ പൊളിച്ചടക്കം. നമുക്ക് പ്രഗ്നൻ്റേ അല്ല, നമ്മൾ ഉഷാറാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരാവേ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക, തകർത്തവരെ പൊളിച്ചെടുക്കുക. ബൈ ബൈ ഫ്രം അജേഷൻ, ബൈ ബൈ ഫ്രം ജീനു, ബൈ.